അമുസ്ലിം സുഹൃത്തുക്കൾക്ക് റമളാനിൻ്റെ പകലിൽ ഭക്ഷണം നൽകാമോ? ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവർക്ക്, അവർ അമുസ്ലിങ്ങളാണെങ്കിലും റമളാനിൻ്റെ പകലിൽ ഭക്ഷണം നൽകൽ ഹറാമാണ്. രാത്രി ഭക്ഷണം നൽകുന്നതിന് വിരോധമില്ല. റജബ്, ഷഅബാൻ, റമളാൻ എന്നീ മാസങ്ങൾ പൂർണ്ണമായും ശവ്വാലിലെ 6 ദിവസവും ചേർത്ത് ചിലർ 96 നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഇതിന് വല്ല പുണ്യവുമുണ്ടോ? ഉത്തരം: ഉണ്ട്. റജബ്, ഷഅബാൻ മാസങ്ങൾ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. റമളാൻ നിർബന്ധവും. ശവ്വാൽ 6 ദിവസം അറിയപ്പെട്ട സുന്നത്തുമാണല്ലോ. നോമ്പുകാരനല്ലാത്ത കുട്ടിക്ക് റമളാനിൻ്റെ പകലിൽ പ്രായം തികഞ്ഞാൽ അവൻ നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കേണ്ടതുണ്ടോ? ആ ദിവസത്തെ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഉത്തരം: രണ്ടും നിർബന്ധമില്ല. കാരണം അവൻ ആയി പൂർണ്ണമായി ചെയ്യാൻ സമയം കിട്ടാത്തവനാണ്. റമളാനിൻ്റെ പകലിൽ മുസ്ലിമായാലും അബോധാവസ്ഥയിലുള്ളവൻ്റെ ബോധം തെളിഞ്ഞാലും ഇത് തന്നെയാണ് വിധി. നോമ്പ് തുറക്കാൻ കാരക്ക തിരഞ്ഞെടുത്തതിലുള്ള യുക്തി എന്താണ്? ഉത്തരം: അസ്തമസമയമായാൽ തീ തൊടാത്ത മധുരമുള്ള ഒരു വസ്തു ഉള്ളിലേക്ക് ചേരുക എന്ന ശുഭലക്ഷണം ഇവിടെ ലക്ഷ്യമാക്കുന്നു. തന്നെയുമല്ല, ആമാശയത്തിലെ വൃത്തികേടുകളെ നീക്കം ചെയ്യുക വഴി കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്താനും അതുവഴി സാധിക്കും. അതിഥികൾക്ക് വേണ്ടി ആതിഥേയന് സുന്നത്ത് നോമ്പ് മുറിക്കാമോ? ഉത്തരം: കാരണമില്ലാതെ സുന്നത്ത് നോമ്പ് മുറിക്കൽ കറാഹത്താണ്. അതിഥികൾക്ക് ബുദ്ധിമുട്ടാവുക പോലുള്ള കാരണത്താൽ സുന്നത്ത് നോമ്പ് മുറിക്കൽ കറാഹത്തില്ല. മാത്രമല്ല, സുന്നത്താണ്. നോമ്പിന് അത്താഴം പിന്തിപ്പിക്കുകയും നോമ്പ് തുറ മുന്തിപ്പിക്കുകയുമാണല്ലോ വേണ്ടത്. ഇവിടെ പിന്തിപ്പിക്കുക എന്നതിൻ്റെ സമയപരിധി എത്രയാണ്? ഉത്തരം: അത്താഴത്തിൻ്റെയും ഫജ്ർ ഒളിപ്പെടുന്നതിൻ്റെയും ഇടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാവുന്നതുവരെ പിന്തിപ്പിക്കലാണ് ഉത്തമം. നോമ്പുകാലത്ത് വലിയ അശുദ്ധിയുള്ളവൻ സുബ്ഹിക്ക് മുമ്പ് കുളിക്കൽ നിർബന്ധമുണ്ടോ? കുളിക്കാതെ നോമ്പനുഷ്ഠിക്കാമോ? ഉത്തരം: നോമ്പനുഷ്ഠിക്കാം. എങ്കിലും സുബ്ഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കാമോ? ഉത്തരം: പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ നോമ്പുകാരന് കറാഹത്താണ്. എന്നാൽ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. നോമ്പുകാരൻ പകൽ സമയത്ത് മലവിസർജനം നടത്തുന്നത് നല്ലതല്ല എന്ന് ചിലർ പറയാറുണ്ട്. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉത്തരം: നോമ്പുകാരൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഫജ്റിന് മുമ്പ് കാഷ്ടിക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പകൽ സമയത്ത് വിസർജനം പാടില്ല എന്നല്ല. മറിച്ച് ശൗച്യം ചെയ്യുന്ന അവസരത്തിൽ മലദ്വാരത്തിലേക്ക് വെള്ളമോ വിരലോ കടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് രാത്രിയാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. റമളാനിൻ്റെ പകലിൽ ഒരമുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചാൽ ആ ദിവസത്തെ നോമ്പ് അവന് നിർബന്ധമാകുമോ? ഉത്തരം: ഇല്ല. അവൻ ഖളാ വീട്ടേണ്ടതില്ല.